Hi friends, welcome to Anu's Kitchen. ഇന്ന് നമുക്കൊരു ലഞ്ച് മെനു നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ചാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറ്, അതിൻ്റെ കൂടെ ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള ചിക്കൻ തോരൻ, ക്യാരറ്റും ബീൻസും ചേർത്ത് മെഴുക്ക് പുരട്ടി, പിന്നെ വെള്ളരിക്ക മോരുകറി. അപ്പോൾ നമുക്കിതൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ചിക്കൻ തോരന് വേണ്ടിയിട്ടുള്ള ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഞാനിവിടെ എല്ലുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. തോരന് കട്ട് ചെയ്യുമ്പോൾ ചിക്കൻ എപ്പോഴും ഈ ഒരു സൈസിൽ മുറിച്ചെടുക്കണം. ഒത്തിരി വലുതായി പോകരുത്. എല്ലുള്ള ചിക്കനാണ് തോരൻ വെക്കാൻ കൂടുതൽ നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കണം. കാരണം ഇത് തോരൻ വെക്കാനായതുകൊണ്ട് നമ്മൾ കഴുകി എടുത്ത ഉടനെ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വെള്ളം വരും. നമുക്കിതിനകത്ത് ഗ്രേവി ഒന്നും ആവശ്യമില്ല, നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം വെള്ളം വാർന്നു പോയതിന് ശേഷം മാത്രമേ ചിക്കൻ തോരൻ വെക്കാവുള്ളൂ. അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ഒരു 10-15 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് 600 ഗ്രാം ചിക്കനാണ്. അടുത്തതായിട്ട് നമുക്ക് ചോറ് റെഡിയാക്കാം. ഞാനിവിടെ 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കാൻ പോകുന്നത്. നിങ്ങൾ കുക്കറിൽ തന്നെ ചെയ്യണം എന്നില്ല. വീട്ടിൽ സാധാരണ എങ്ങനെയാണോ നിങ്ങൾ ചോറ് വെക്കുന്നത് അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. അപ്പോൾ അരി ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുള്ളതാണ് കുക്കറിൽ എങ്ങനെയാണ് ചോറ് വെക്കുന്നതെന്നുള്ളത്. ഞാനിപ്പോൾ 1 കപ്പ് അരിയാണല്ലോ എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 6 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. കാരണം കുക്കറിൽ വെക്കുമ്പം വെള്ളം ഒരിക്കലും കുറഞ്ഞു പോകരുത്. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വെന്ത് കഴിയുമ്പോൾ ചോറ് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല വെള്ളം. പിന്നെ അരിയുടെ വേവ് നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രാൻഡിനനുസരിച്ച് വ്യത്യാസം വരാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന അരി ഹൈ ഫ്ലെയിമിലിട്ട് 2 വിസിൽ കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് കുക്കറിൻ്റെ പ്രഷർ ഫുള്ള് പോയതിന് ശേഷം തുറക്കുമ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പ്രഷർ കുക്കറിൽ അരി വെക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പുതിയൊരു ബ്രാൻഡ് അരിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിലോ ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വേവിച്ചാൽ മതി ആദ്യത്തെ ദിവസമൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ ആവശ്യത്തിന് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ പിന്നെയും കുറച്ച് സമയം കൂടി വേവിക്കാം. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും എത്ര വിസിൽ കേൾക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് കണക്കാക്കി ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. അടുത്തതായിട്ട് തോരനുള്ള സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ 1 സവോളയും പിന്നെ 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എനിക്കിവിടെ കിട്ടുന്നത് നാട്ടിൽ കിട്ടുന്ന പോലെ ഉള്ള ഉള്ളിയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ച് വലിയ സൈസുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 10 എണ്ണം എടുത്തത്. ചെറിയ സൈസിലുള്ള ഉള്ളിയാണെങ്കിൽ ഒരു 15 എണ്ണമൊക്കെ എടുക്കാം. പിന്നെ നമുക്കൊരു വലിയ കഷ്ണം ഇഞ്ചി വേണം. ഇത്രയുള്ളൊരു കഷ്ണം ഇഞ്ചി. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളിയും വേണം. വെളുത്തുള്ളിയും കുറച്ച് വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 2-3 എണ്ണം കൂടുതൽ എടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെയൊക്കെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെക്കണം. പിന്നെ സവോളയും ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞും എടുക്കണം. അപ്പം ഞാനിവിടെ തോരന് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവോള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ച് വെക്കാം. പച്ചമുളക് ഒന്ന് നീളത്തിന് അരിഞ്ഞു വെക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തോരൻ തയ്യാറാക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, എന്നാൽ മാത്രമേ ഈ തോരന് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ആദ്യം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചത് ചേർക്കാം. ഞാനിത് ഫുള്ള് ചേർക്കുന്നില്ല കേട്ടോ. ഒരു 1 ടീസ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർക്കാം. ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ. ഒരു ഏകദേശം 1 ടീസ്പൂൺ വരും. ഇത് നമുക്കിനി വഴറ്റി കൊടുക്കാം. ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വാടി ചെറുതായിട്ടൊന്ന് നിറം മാറാൻ തുടങ്ങുന്നത് വരെ വഴറ്റി കൊടുക്കാം. ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് വീണ്ടും വഴറ്റി കൊടുക്കാം. സവോളയും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവാൻ തുടങ്ങണം. ആ സമയത്ത് ചെറിയ ഉള്ളി കുറച്ചും കൂടെ ഒന്ന് മൂത്ത് കിട്ടും. അപ്പോൾ അതുവരെ ഇത് വഴറ്റി കൊടുക്കാം.
ഇപ്പോൾ സവോളയും ചെറിയ ഉള്ളിയും ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. സവോള ഒരുപാട് നിറം മാറേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് വാടി ചെറിയൊരു ബ്രൗൺ നിറം ആയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ച മണം മാറുന്നത് വരെ വഴറ്റണം. അപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ ചിക്കന് കൂടുതൽ ടേസ്റ്റ് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തോരനുള്ള കൂട്ട് തയ്യാറാക്കാം. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങയുടെ പകുതി എടുത്താൽ മതി. ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് എരിവ് കുറവാണ്. അപ്പോൾ നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർക്കാം. ഞാനത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാലയാണ്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം, പിന്നെ കുറച്ച് കുരുമുളക്, ഇത്രയും മാത്രമാണ് ആ ഗരം മസാലയിലുള്ളത്. ഇതിനകത്തേക്ക് ഒരു 4-5 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ അരച്ചെടുക്കാം. നമ്മൾ സാധാരണ തോരൻ അരയ്ക്കുന്ന പോലെ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം. തോരനുള്ള കൂട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ അരയ്ക്കണം. നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ചിക്കൻ നോക്കാം. ഇതിനകത്തേക്ക് ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. ചിക്കനിന് എന്തായാലും കുറച്ച് വെള്ളം വരും. അപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് ചിക്കൻ ഒരു 1/4 വേവാവും. അതുപോലെ ഈ വെള്ളം കുറച്ചും കൂടെ ഒന്ന് വറ്റുകയും വേണം. വെള്ളം ഇതിൻ്റെ ഒരു പകുതി വറ്റിയാൽ മതി. ഒരുപാട് ഡ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല. അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മെഴുക്കുപുരട്ടിക്കുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 150 ഗ്രാം ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സവോളയുടെ പകുതി വേണം. ഒരു 4 ചെറിയ അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും വേണം. അപ്പോൾ ആദ്യം ഇതിൻ്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കത് മുറിച്ചെടുക്കാം. ഇടയ്ക്ക് നിങ്ങൾ ചിക്കൻ നോക്കാൻ മറക്കരുത്. അപ്പോൾ ചിക്കൻ ഏകദേശം ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം ആവശ്യത്തിന് വറ്റിയിട്ടുമുണ്ട്. ഇത് മതിയാവും. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതല്ലേ, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങയുടെ കൂട്ട് റെഡിയാക്കി വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഇത് മിക്സ് ചെയ്യേണ്ട. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം മിക്സ് ചെയ്താൽ മതി. ഇത് ആവിയിൽ കുറച്ച് സമയം ഇരിക്കുമ്പോൾ നമ്മളിപ്പോൾ ചേർത്ത തേങ്ങയുടെ കൂട്ടിൻ്റെ നല്ലൊരു ഫ്ലേവർ ചിക്കനിലോട്ട് വരും. ഞാനിവിടെ മെഴുക്കുപുരട്ടിക്കുള്ള സാധനങ്ങളെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അരിഞ്ഞെടുക്കാം. ആദ്യം ക്യാരറ്റ് ഇത്രയുള്ള പീസായിട്ട് മുറിച്ചെടുക്കാം. ഇനി ഇത് ഈ നീളത്തിന് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇതുപോലെ ചെയ്താൽ മതി. ഓരോ പീസും ഞാനൊരു 3ആയിട്ട് മുറിക്കുവാണ്. അതിനുശേഷം ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പെട്ടെന്ന് അരിയാൻ പറ്റും. ക്യാരറ്റ് ഫുള്ള് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീൻസ് അരിയാം. ബീൻസിൻ്റെ താഴെയും മുകളിലും ഒക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ചരിച്ച് കനം കുറച്ച് അരിയാം. ക്യാരറ്റ് നമ്മൾ നീളത്തിന് കനം കുറച്ചല്ലേ അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബീൻസും അതുപോലെ തന്നെ അരിയണം. ഇതുപോലെയാണ് ബീൻസ് അരിയേണ്ടത്. ഇതിനാണ് കുറച്ച് സമയം എടുക്കുന്നത് കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ബീൻസ് അരിയാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത് അരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ചിക്കൻ അവിടെ നമ്മൾ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചിക്കൻ ഞാൻ ആ തേങ്ങയുടെ കൂട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1/4 വേവായ ചിക്കനാണ്. ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കണം. കൂടുതൽ വേണമെന്ന് തോന്നിയാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. ഈ അരപ്പൊക്കെ ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി അടച്ചു വെക്കുന്നത്. ചെറിയ തീയിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. കാരണം ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ ഇത് ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം. ഞാനിവിടെ മെഴുക്കുവരട്ടിക്കുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമ്മൾ ക്യാരറ്റും ബീൻസും അരിഞ്ഞ പോലെ തന്നെ നീളത്തിന് കനം കുറച്ചാണ് വെളുത്തുള്ളിയും സവോളയും അരിയേണ്ടത്. പിന്നെ നമുക്ക് മെഴുക്കുവരട്ടി തയ്യാറാക്കാം. ചിക്കൻ ഇവിടെ വേറൊരു സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം അത് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രത്തിൽ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ചിക്കൻ ഇപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മൂടി മാറ്റിയിട്ട്, അതായത് അടപ്പ് മാറ്റിയിട്ട് ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് തുറന്നിട്ട് വേവിക്കാം. കൂടുതലായിട്ടുള്ള ഈർപ്പം അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തുറന്ന് വെക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയ തീയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ മെഴുക്കുവരട്ടിക്കുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചേർക്കാം. എല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കാം കേട്ടോ. ഓരോന്നായിട്ട് ചേർത്ത് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട. എല്ലാം ഒരുമിച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ ചിക്കൻ ആവശ്യത്തിന് ഡ്രൈ ആയി കിട്ടും കേട്ടോ. ഓക്കെ, ഇത് മതിയാവും. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. അതിനുശേഷം 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് അടച്ചു വെക്കണം. നമ്മൾ ഒഴിച്ച എണ്ണയുടെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് അതിനകത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മെഴുക്കുവരട്ടിയുടെ കൂട്ട് നന്നായിട്ട് എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കാറില്ല. ഇതുപോലെ തന്നെ ഇത് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കാതെ തന്നെ ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ തീയിൽ അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇത് നമ്മൾ കനം കുറച്ച് അരിഞ്ഞിരിക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് വെള്ളരിക്ക മോരുകറി തയ്യാറാക്കാം. ഞാനിവിടെ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിലുള്ള കുരു ഉണ്ടല്ലോ അതുമൊക്കെ വൃത്തിയാക്കി നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വയ്ക്കാം. ഇടയ്ക്ക് മെഴുക്കുവരട്ടി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഞാനിവിടെ വെള്ളരിക്ക എല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും നീളത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. വേവിക്കുന്ന സമയത്ത് പിന്നെ കൂടുതൽ വെള്ളം വേണമെന്ന് തോന്നിയാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. വെള്ളരിക്ക നല്ല സോഫ്റ്റായി വരണം. വെള്ളരിക്ക ഞാനിവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാൻ ആ വെള്ളരിക്ക അരിഞ്ഞെടുത്ത സമയം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. വെള്ളരിക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം. ഞാനിവിടെ 2 കപ്പ് നല്ല കട്ടി തൈര് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. എനിക്ക് മോരുകറി ഒരുപാട് ലൂസാവാതെ കുറച്ച് കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മോരുകറി ഏത് പരുവത്തിനിരിക്കുന്നതാണോ ഇഷ്ടം അതുപോലെ വെള്ളം ചേർക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് മോരുകറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വേണം. ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. ചെറിയ ഉള്ളിയും ഇഞ്ചിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. വെള്ളരിക്ക ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്. ആവശ്യത്തിന് സോഫ്റ്റായി വന്നാൽ മതി. ഓക്കെ, ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഈ മോരുകറി തയ്യാറാക്കാനുള്ള പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് വേണ്ടത്. കുറച്ച് എണ്ണ മതി കേട്ടോ, വളരെ കുറച്ച് മതി. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ ചെറിയ ഉള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. വെള്ളരിക്കയിൽ നേരത്തെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇതിനകത്ത് ചേർക്കാതിരുന്നത്. ഈ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ചെറിയ ഉള്ളി ആവശ്യത്തിനൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി മഞ്ഞൾപ്പൊടിയുടെ പച്ച ചുവ മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്കയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ എപ്പോഴും തീ ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം. കാരണം ഇത് തിളയ്ക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടാവാനേ പാടുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തൈര് ചേർക്കണം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉലുവ പൊടിച്ചതില്ലെങ്കിൽ ആദ്യം നമ്മൾ കടുക് വറുത്തില്ലേ, ആ കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടാൽ മതി.
അപ്പോൾ ഇത് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് തിളയ്ക്കാൻ പാടില്ല. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ ആ തൈരിൻ്റെ തണുപ്പ് മാറിയിട്ട് അതൊന്ന് ചൂടാവും. അത്ര മതിയാവും. പിന്നെ ഉപ്പ് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ തൈരിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക മോരുകറിയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ചാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ചിക്കൻ തോരൻ, മെഴുക്ക് പുരട്ടി, വെള്ളരിക്ക മോരുകറി. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.